ശ്രീ ഗോപകുമാർജി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ അഞ്ചാം ദിവസത്തിൽ കാർവാറിൽ കാണുന്ന ഈ ഷിരൂരിൽ കാണുന്ന കാഴ്ചകൾ ഈ രാത്രിയിൽ എന്താണ് അവിടെ നടക്കുക എന്നറിയില്ല. അവിടെ ഇപ്പോഴും മണ്ണിനടിയിൽ ജീവനോടെ അർജുൻ ഒരുപക്ഷെ ആരെങ്കിലും എത്തുമെന്ന ഒരു തോന്നലോടുകൂടി അവിടെ ഉണ്ടാകും. മലയാളികളുടെ ഇടയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകാനുള്ള എല്ലാ പ്രവൃത്തികളും കണ്ട് ജീവിച്ച ആളാണ് അർജുൻ. കേരളത്തിൽ ഇങ്ങനെ ഒരു ഘട്ടമുണ്ടായാൽ അവിടെ എന്ത് നടക്കുമെന്നുള്ളത് അർജുന് അറിയാം. 2 ദിവസം മുമ്പും നടന്ന കാര്യങ്ങൾ അർജുൻ കണ്ടിട്ടാണ് യാത്ര പോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് പോയ അർജുൻ ആ മണ്ണിനിടയിൽ ആശ്വസിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങനെയാണോ നടക്കേണ്ടത് ശ്രീ ഗോപകുമാർ? താങ്ക് യു. ഇവിടെ തീർച്ചയായും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആളിനെ കാണാതായിട്ട് 5 ദിവസത്തോളമായി, ഏകദേശം 5 ദിവസം പിന്നിടുകയാണ്, 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ പലതരത്തിലുള്ള പദ്ധതികളും അവിടെ നടപ്പിലാക്കി അതിനുശേഷവും പുതിയ പ്രവർത്തനങ്ങൾക്കായിട്ട് ആളുകൾ കാത്തിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ കാണുന്നൊരു ചിത്രം എന്ന് പറയുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടായതായിട്ട് ഈ അർജുൻ്റെ കുടുംബവും മറ്റ് അവിടെ നിന്നവരും വാഹന ഉടമ ഉൾപ്പെടെയുള്ളവരൊക്കെ അതിനെതിരെ പ്രതിഷേധിക്കുകയും അപ്പോൾ ആ തരത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ചർച്ച വരികയാണ്. അദ്ദേഹം നമ്മുടെ അറിയപ്പെടുന്ന ഒരു സന്നദ്ധ രക്ഷാപ്രവർത്തനായ രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊരാളെ അവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് അവിടെ പ്രവേശനം അനുവദിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടു. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഈ സ്ഥലമൊന്നും നമുക്ക് ആർക്കും വലിയ പരിചയമില്ല. പിന്നെ ഈ സംഭവത്തെക്കുറിച്ച് തന്നെയുള്ള ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നത് മാധ്യമങ്ങളിലൂടെ ഒരു ശരിയായ വാർത്തകൾ അവിടെ നിന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ കിട്ടുമ്പോൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും ശരി, അവിടെ ഒരു വളരെ മോശമായ അവസ്ഥയെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള നമ്മളൊരു ചൊല്ല് പറയാറുണ്ട്, മാധ്യമങ്ങളെ പോലും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. മാധ്യമങ്ങളെ പോലും പലപ്പോഴും മന്ത്രിമാരെന്ന് പറയാനില്ല, ഒരിക്കൽ കേന്ദ്രമന്ത്രി വന്നപ്പോൾ, ഒരിക്കൽ MLA വന്നപ്പോഴൊക്കെയാണ് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്. തീർച്ചയായും അവിടെ ഒരുപക്ഷെ അത് ഞാനതിലേക്ക് വരാം. അതായത് ഈ സെക്കൻഡറി ഡിസാസ്റ്റേഴ്സ് എന്ന് പറയും. ഒരു അപകടം ഉണ്ടായ സ്ഥലത്ത് സുരക്ഷിതമല്ലെങ്കിൽ രണ്ടാമത്തെ അപകടങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം. പഴമ്പള്ളിശാൽ എന്ന് പറഞ്ഞ വെണ്ണിയാണിമലയിലോ പഴമ്പള്ളിശാലിലോ മറ്റോ ആണ് ഉരുൾപൊട്ടലിൻ്റെ ചിത്രമെടുക്കുന്നതിനിടയ്ക്ക് നമുക്ക് വളരെ പ്രശസ്തനായ ഒരു പത്ര ഫോട്ടോഗ്രാഫറെ നഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഈ സെക്കൻഡറി ഡിസാസ്റ്റേഴ്സിനെ ഒരു തടയിടാൻ വേണ്ടി ആകണം മറ്റുള്ളവർക്കൊന്നും അവിടെ എൻട്രി നൽകാത്ത കാര്യം. മാധ്യമപ്രവർത്തകർ വളരെ ഡെയർ ചെയ്ത് വളരെ വൃത്തിയായി എല്ലാ കാര്യങ്ങളും കൃത്യമായി ജനങ്ങളിൽ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ അവർ ഈ പറയുന്ന പലപ്പോഴും ഇതിൽ ശ്രദ്ധിക്കാതെ പോയേക്കാം. ആ ഒരു കരുതലുണ്ടായിരിക്കാം, ഒരു പക്ഷേ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ കരുതുന്നു. എന്തായാലും ഇവിടെ ഈ അത്തരത്തിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് പോലും എടുക്കേണ്ട സമയത്താണ് അതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള പല മെഷേഴ്സ് എടുത്തില്ല എന്ന് നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അർബൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്നാണ് ഇത്തരത്തിൽ ഉള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിനെ പൊതുവെ ലോകമെമ്പാടും വിളിക്കുക, USAR എന്ന് അത് ചുരുക്കി പറയും. അപ്പോൾ ഈ അർബൻ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു റെക്കഗ്നൈസൻസ് സർവേ എന്ന് തന്നെയാണ് പറയുക. ഈ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത നിമിഷം മുതൽ ആവശ്യമായ റിസോഴ്സസ് മൊബിലൈസ് ചെയ്തുകൊണ്ട് അവിടെ ആദ്യം പ്രിലിമിനറി സർഫസ് റെസ്ക്യൂ, പിന്നീട് അതിനകത്ത് ലൈഫ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഡിറ്റക്ഷൻ സംവിധാനങ്ങളും ഒക്കെ ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ പ്രവർത്തിച്ചതായി കാണുന്ന GPR, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി അനുസരിച്ച് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് സൂറത്കൽ NIT-യിലെ ഒരു GPR ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തന ശേഷി അനുസരിച്ച് അവർ പറയുന്നത് മാക്സിമം 20 മീറ്റർ വരെയാണ് പറയുന്നത്. അതും ഇത്തരത്തിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ്, അത് വെള്ളം ആണെങ്കിൽ പോലും അത് ഒബ്സ്ട്രക്ഷനാണ്. ഇത് ഈ പറഞ്ഞ റേഡിയോ തരംഗങ്ങളെ തിരിച്ചയക്കും. അപ്പോൾ നമുക്ക് അതിന് താഴെയുള്ള സാധനങ്ങളെ കാണാനുള്ള ഒരു അവസരം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഈ GPR ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ അവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് പ്രവർത്തിക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. നമുക്ക് ശ്രീ ഗോപകുമാർ, അത് തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നല്ല വരേണ്ടതെന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 ദിവസങ്ങൾക്ക് മുമ്പേ പ്രിലിമിനറി ആയിട്ട് നടത്തേണ്ട ഒരു കാര്യമായിരുന്നു. ഇന്നിപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത് വരേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കേണ്ട സമയമാണ്. അത് ഇവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇവർ താമസിച്ച് ഇനിയിപ്പോൾ എല്ലാം നോക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അതിനുള്ള തോന്നൽ വരുന്നതെങ്കിൽ അന്ന് ചെയ്താൽ മതിയോ? ചില തെർമൽ പ്രോബുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം മുരളി തുമാർ കൂടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ജീവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ.
ഈ കാലാവസ്ഥ പോലും പ്രശ്നമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ തോന്നുന്നത്. അങ്ങനെ മതിയോ? തീർച്ചയായും അല്ല. കാര്യം മെറ്റൽ ഡിറ്റക്ടറൊക്കെ ആൾറെഡി അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞു. കാര്യം ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കർണാടക പോലീസ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നോക്കിയിരുന്നു. അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് GPRനെ വിളിച്ചത്. അപ്പോൾ ഈ GPR മംഗലാപുരത്ത് തന്നെയുള്ള ടീമാണ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വർക്ക് ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഈ GPRൻ്റെ ഒരു പെനിട്രേഷൻ പരിധിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിയണമെങ്കിൽ ഒരു പക്ഷേ നേരത്തെ തെർമൽ പ്രോബിൻ്റെ കാര്യം പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ലൈഫ് ഡിറ്റക്റ്റിംഗ്, ജീവനുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനമാണ്. അത് കൂടുതൽ ഈ ഭൂകമ്പം നടന്ന സ്ഥലങ്ങളിലൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, ഈ ലോറി, അതിന് തടി ലോഡോടുകൂടി വന്ന ലോറിയുടെ ക്യാബിൻ എയർ കണ്ടീഷൻ ചെയ്ത ഒരു ഐസൊലേറ്റഡ് ക്യാബിനാണ്. അതിനുള്ളിലാണ് നമ്മുടെ അർജുൻ ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവൻ അകത്ത് അടഞ്ഞുകൂടിയ ഒരു വോയിഡ്, ഒരു വിടവ് ഇപ്പോഴവിടെ നിലനിൽക്കുന്നതായിട്ട് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മണ്ണിടിച്ചിലും ഭൂകമ്പ സ്ഥലങ്ങളിൽ നിന്നും ദിവസങ്ങൾക്ക് ശേഷവും ആളുകളെ ജീവനോടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോട് ഉണ്ട് എന്നൊരു പ്രത്യാശയോടുകൂടി യാതൊരു മുൻവിധിയില്ലാതെ വേണം നമ്മൾ, മറ്റു മുൻവിധികളില്ലാതെ വേണം നമ്മൾ അവിടെ പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ മുരളീധർമാരൂടെ അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് ലാൽസാർ പറഞ്ഞ തെർമൽ പ്രോബൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിന് പോലും അവിടെ ഈ മണ്ണിൻ്റെ മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ വശങ്ങളിലേക്കോ, അതായത് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഓപ്പണിങ്സ് ഇട്ടാൽ മാത്രമേ അതൊക്കെ പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷേ അങ്ങനെയുള്ള പ്രിലിമിനറി സർഫസ് ലെവൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ അവിടെ നടന്നതായി തോന്നുന്നില്ല. ഇതിപ്പോൾ ഒരു ടോട്ടൽ ഡെബ്രിസ് റിമൂവൽ എന്ന് പറയുന്ന രീതിയിൽ, അതിനെ അങ്ങനെ തന്നെ പറയുക, ടോട്ടൽ ഡെബ്രി റിമൂവൽ എന്ന രീതിയിൽ യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുഴുവൻ അവിടുന്ന് അവശിഷ്ടങ്ങൾ നീക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ ചെയ്യേണ്ടിയിരുന്നതാണ് ഇത് പെനിട്രേറ്റ് ചെയ്ത് അവിടെ ഇവിടെയായി ദ്വാരങ്ങൾ വരുത്തി അതിലൂടെ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടിയിരുന്നത്. അതൊന്നും നടത്തതായിട്ട് അവിടെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഇപ്പോഴും ഒരു പ്രത്യാശ ഞാൻ പറഞ്ഞത്, ആ വോയിഡ്, ഒരു വിടവിനുള്ളിൽ അത്യാവശ്യം ചെറിയ വായു സഞ്ചാരത്തോടുകൂടി അദ്ദേഹം ആ ക്യാബിനുള്ളിൽ ഒരു പക്ഷേ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും കരുതുന്നത്. അത്രയും സീരിയസ്നെസ്സോടുകൂടി വേണം ഇതിനെ നോക്കി കാണാൻ.